നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡൽഹി ചെങ്കോട്ട സ്ഫോടനം ഒരു തുടക്കം മാത്രമായിരുന്നുവെന്ന് ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ല് ലക്ഷ്യമിട്ട് ജെയ്ഷെ നടത്തിയ ഗൂഢാലോചന, ബഹുരാഷ്ട്ര കമ്പനികൾ, ആശുപത്രികൾ, സിനിമാശാലകൾ എന്നിവ ലക്ഷ്യമിട്ട് NIA ദ്രുത നടപടിയിലൂടെ ഒഴിവായത് വൻ ദുരന്തം. രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാപ്പകൽ പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് ഏജൻസികൾ, സുരക്ഷാ സേനകൾ, നിയമപാലകർ എന്നിവരുടെ അശ്രാന്ത പരിശ്രമം മാത്രമാണ് ഈ വിജയത്തിന് പിന്നിലെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ നൌഗാം പോലീസ് പോസ്റ്റ് പരിധിയിൽ കണ്ടെത്തിയ ചില ആക്ഷേപകരമായ പോസ്റ്ററുകളുമായി ബന്ധപ്പെട്ടാണ് ജെയ്ഷെയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭീകരരിലേക്ക് ഉടനടി അന്വേഷണ സംഘം എത്തിയത്. ഇതിനെ തുടർന്ന് 2025 ഒക്ടോബർ 19 FIR രജിസ്റ്റർ ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ ഒക്ടോബർ 20-നും 27-നും ഇടയിൽ മൗലവി ഇർഫാൻ അഹമ്മദ് വാഗെ ഷോപ്പിയാനിൽ നിന്നും സമീർ അഹമ്മദ് ഗന്ദർബാലിലെ വക്കൂരയിൽ നിന്നും അറസ്റ്റിലായി. ഈ ഗൂഢാലോചനയ്ക്കുള്ള ആസൂത്രണം തുടങ്ങിയത് 2021-2022 കാലഘട്ടത്തിൽ. ഇന്ത്യയിൽ അൻസാർ ഗസ്വന്ത് ഉൽ ഹിന്ദ് പുനരുജ്ജീവിപ്പിക്കുക, കാശ്മീരിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ദുർബലരായ യുവാക്കളെ നിയമിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പ്രധാന പ്രതിയായ ഡോക്ടർ മുസമ്മിൽ ഗനായ് അൻസാർ പ്രത്യയശാസ്ത്രം സ്വീകരിച്ച് ഡോക്ടർ ഉമർ, ഡോക്ടർ അദീൽ, ഡോക്ടർ മുസാഫർ എന്നിവരോടൊപ്പം ഷോപ്പിയൻ പുരോഹിതൻ ഇർഫാൻ വാഗെ നയിക്കുന്ന ഒരു തീവ്രവാദ ശൃംഖലയുടെ ഭാഗമായി. മുസമ്മിൽ അഫ്ഗാനിസ്ഥാനിൽ അൻസാറിനോടൊപ്പം ചേരാൻ പോലും ശ്രമിച്ചു. 2022 ഒക്ടോബറിൽ സംഘം തുർക്കിയിലേക്ക് പോയി അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാമെന്ന പ്രതീക്ഷയിൽ 15 ദിവസം അവിടെ താമസിച്ചു. പരാജയപ്പെട്ടപ്പോൾ അവർ ഇന്ത്യയിലേക്ക് മടങ്ങി. പക്ഷെ അവരുടെ പദ്ധതികൾ അവസാനിച്ചില്ല. അഫ്ഗാൻ പാക് അതിർത്തിക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു ഹാൻഡ്ലറായ അബു ഉക്കാസയാണ് മൊഡ്യൂളിനെ ഉടൻ നയിച്ചത്. വിദേശയാത്ര നടത്തേണ്ട ആവശ്യമില്ലെന്ന് ഉക്കാസ മുസാമിലിനോട് പറഞ്ഞു. ബോംബ് നിർമ്മാണത്തിൽ ഓൺലൈൻ പരിശീലനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ഇന്ത്യയുടെ സാമ്പത്തിക ചിഹ്നങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് സംഘം തയ്യാറെടുക്കാൻ തുടങ്ങിയതോടെ ഇത് അപകടകരമായ ഒരു വഴിത്തിരിവിന് കാരണമായി. സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഡൽഹി ആസ്ഥാനമായുള്ള മൊഡ്യൂളിനും നിരോധിത സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, അൻസാർ ഗസ്വന്ത് ഉൽ ഹിന്ദ് എന്നിവയുടെ നിയന്ത്രിതാക്കൾക്കും ഇടയിലുള്ള പ്രാഥമിക കണ്ണിയായി ഉക്കാസ പ്രവർത്തിച്ചു. 2022 തന്നെ തുർക്കിയിലെ ഒരു സ്ഥലത്ത് ഗൂഢാലോചന നടന്നിരുന്നു. അവിടെ ഉമറും മറ്റു 3 പേരും പാകിസ്ഥാൻ പിന്തുണയുള്ള 2 ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളവർക്കൊപ്പം താമസിച്ചിരുന്നു. ഡോക്ടർ മുസമ്മിലും അദ്ദേഹത്തിന്റെ കൂട്ടാളിയായ ഡോക്ടർ ഉമർ മുഹമ്മദും 2022 മാർച്ചിൽ തുർക്കിയിലെ അങ്കാറയിലേക്ക് പോയിരുന്നു. ഈ യാത്രയിൽ അവർ തീവ്രവാദികളാകുകയും പരിശീലനം നേടുകയും ചെയ്തതായി ഇന്റലിജൻസ് ഏജൻസികൾ സംശയിക്കുന്നു. ഇരുവരുടെയും പാസ്പോർട്ടുകൾ പരിശോധിച്ച NIA കൃത്യമായി അങ്കാറയിൽ ഇവരുടെ വേരുകൾ തപ്പിയെടുത്തു. ഈ സന്ദർശനത്തിനിടെയാണ് ഉക്കാസയുമായി ബന്ധപ്പെടുകയും തീവ്രവാദ ശൃംഖലയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ശ്രീനഗറിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കാലത്താണ് മൗലവി ഇർഫാൻ എന്ന മതപണ്ഡിതൻ ഇവരെ ഭീകരവാദത്തിലേക്ക് നയിച്ചത്. മൗലവി ഇർഫാൻ ഈ സംഘത്തിന് ഗസ്വയ് ഹിന്ദ് പോലുള്ള തീവ്രവാദ ആശയങ്ങൾ പരിചയപ്പെടുത്തിയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിരോധിത സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, അൻസാർ ഗസ്വന്ത് ഉൽ ഹിന്ദ് എന്നിവയെ ഫരീദാബാദ് മൊഡ്യൂളുമായി ബന്ധപ്പെടുത്തിയത് ഉക്കാസ ആണെന്നാണ് സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അറസ്റ്റിലായ ഭീകരർ വിദേശ ഏജന്റുമാരുമായി എൻക്രിപ്റ്റ് ചെയ്ത ചാനലുകൾ വഴി ആശയവിനിമയം നടത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സെഷൻ ആപ്പ് എന്നറിയപ്പെടുന്ന എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് ഡോക്ടർ ഉമറും അറസ്റ്റിലായ ഭീകരരും ഉക്കാസയുമായി ആശയവിനിമയം നടത്തിയത്. അമോണിയം നൈട്രേറ്റ് തുടങ്ങിയ സ്ഫോടക വസ്തുക്കൾക്ക് ഷിപ്മെന്റ്, പാക്കേജ് എന്നീ കോഡ് വാക്കുകളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഈ ആപ്പ് ഉപയോഗിച്ചിരുന്നു എന്നതാണ് കരുതപ്പെടുന്നത്. പിന്നീട് ഫരീദാബാദിലും സഹാറൻപൂരിലും ഭീകര ഡോക്ടർ മൊഡ്യൂൾ താവളങ്ങൾ സ്ഥാപിച്ചു. സോണിപത്ത്, ഗുഡ്ഗാവ്, മറ്റു പട്ടണങ്ങൾ എന്നിവിടങ്ങളിലെ കടകളിൽ നിന്ന് അമോണിയം നൈട്രേറ്റ്, പൊട്ടാഷ് തുടങ്ങിയ സ്ഫോടക വസ്തുക്കൾ ചെറിയ ബാച്ചുകളായി വാങ്ങാൻ തുടങ്ങി. കടയുടമകൾ ചോദ്യം ചെയ്യുമ്പോൾ സംശയം ഒഴിവാക്കാൻ പ്രതികൾ അവരുടെ മെഡിക്കൽ ഐഡികൾ കാണിക്കുമായിരുന്നു. തയ്യാറെടുപ്പുകളുടെ വ്യാപ്തി സ്ഥിരീകരിച്ചുകൊണ്ട് പിന്നീട് ചില സ്ഫോടക വസ്തുക്കൾ സംഘവുമായി ബന്ധമുള്ള ഒരു വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തു. ഡൽഹിയിലും ഉത്തർപ്രദേശിലും ബോംബാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള രഹസ്യ കേന്ദ്രമായി
അൽഫല സർവകലാശാലയുടെ 17-ാം നമ്പർ കെട്ടിടം ഉപയോഗിച്ചിരുന്നു. പുൽവാമയിൽ നിന്നുള്ള ഡോക്ടർ മുസാമിലുമായി ബന്ധമുള്ള റൂം നമ്പർ 13 ഒരു ഭീകര ഗൂഢാലോചനയുടെ കേന്ദ്രമായി മാറി. വിദേശ ബന്ധങ്ങൾ, എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയങ്ങൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ കണ്ടെത്തിയതോടെ ചെങ്കോട്ട സ്ഫോടനം സർവകലാശാല സെല്ലിൽ നിന്നാണ് എന്ന് അന്വേഷകർ കണ്ടെത്തി. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രധാന പ്രതികളിൽ ഒരാളും പുൽവാമ നിവാസിയുമായ ഡോക്ടർ മുസാമിലിൻ്റെതായിരുന്നു 13-ാം നമ്പർ മുറി. പോലീസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് മറ്റു തീവ്രവാദികളായ ഡോക്ടർമാരുമായി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്താൻ മുസാമിൽ ഈ മുറിയാണ് ഉപയോഗിച്ചത്. ഡൽഹിയിലും ഉത്തർപ്രദേശിലും ബോംബാക്രമണം നടത്താനുള്ള ഗൂഢാലോചന ഇവിടെയാണ് ജനിച്ചത്. സർവകലാശാലയുടെ ലബോറട്ടറിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കിയതായി ആരോപിക്കപ്പെടുന്ന മുസാമിലിന്റെ ക്യാമ്പസിന് പുറത്തുള്ള സ്ഥലത്തേക്ക് രാസവസ്തുക്കൾ എങ്ങനെ എത്തിക്കാമെന്ന് സംഘം ചർച്ച ചെയ്തു. ചെറിയ അളവിൽ അമോണിയം നൈട്രേറ്റും ഓക്സൈഡും കലർത്തിയ രാസവസ്തുക്കൾ, ഇംപ്രൊവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ, IED ഇവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതായി കരുതപ്പെടുന്നു. ഒരു റെയ്ഡിനിടെ പോലീസ് റൂം 13 പിടിച്ചെടുത്തു. നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങൾ, പെൻഡ്രൈവുകൾ, കോഡ് ചെയ്ത ഡയറികൾ എന്നിവയെല്ലാം കണ്ടെടുത്തു. ഫോറൻസിക് സംഘങ്ങൾ മുറിയിലും യൂണിവേഴ്സിറ്റി ലാബിലും നിന്ന് രാസവസ്തുക്കളുടെയും ഡിജിറ്റൽ ഡാറ്റയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഉമർ നബിയുടെ നീക്കങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ഒക്ടോബർ 30-ന് അദ്ദേഹം അൽഫല ക്യാമ്പസിൽ നിന്ന് നൂഹിലേക്ക് ഒരു I-20 കാറിൽ പുറപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെ 1:36 ഫിറോസ്പൂർ ജിർക്ക ടോൾ പ്ലാസ കടന്ന് ഡൽഹിയിലേക്ക് മടങ്ങി. ഒക്ടോബർ 18-ന് ശ്രീനഗറിലേക്ക് യാത്ര ചെയ്തതായും ഒക്ടോബർ 24-ന് തിരിച്ചെത്തിയതായും ട്രാക്കിംഗ് ഒഴിവാക്കാൻ കശ്മീരിൽ 2 ഫോണുകൾ ഉപേക്ഷിച്ചതായും രേഖകൾ വ്യക്തമാക്കുന്നു. നൂഹ് ജില്ലയിൽ അന്വേഷണ ഏജൻസികൾ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസിയും ഫരീദാബാദ് ക്രൈംബ്രാഞ്ചും ഈ മേഖലയിൽ തുടർച്ചയായ റെയ്ഡുകൾ നടത്തുന്നു. ഇതുവരെ ഒരു വളം വിൽപ്പനക്കാരൻ, 3 ഡോക്ടർമാർ, ഒരു ഇമാം എന്നിവരുൾപ്പെടെ 5 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രി വൈകി 2 ഡോക്ടർമാരെ കസ്റ്റഡിയിലെടുത്തതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഇതേസമയം തവാഡുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മറ്റൊരാളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇത് അന്വേഷണത്തിന്റെ വർദ്ധിച്ചുവരുന്ന വ്യാപ്തിയെയാണ് എടുത്തു കാണിക്കുന്നത്. ഡൽഹി ചെങ്കോട്ട സ്ഫോടനം വലിയൊരു പദ്ധതിയുടെ തുടക്കമായിരുന്നുവെന്ന് ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു. ജെയ്ഷയുടെ നിർദ്ദേശങ്ങൾ വ്യക്തമായിരുന്നു. ഇത്തവണ ലക്ഷ്യം സർക്കാർ കെട്ടിടങ്ങളോ സംസ്ഥാന ചിഹ്നങ്ങളോ അല്ല, മറിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ല് തന്നെയായിരുന്നു. ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾ, ആശുപത്രികൾ, സിനിമാ തിയേറ്ററുകൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് ഭയം പ്രചരിപ്പിക്കാനും ദൈനംദിന ജീവിതം തടസ്സപ്പെടുത്താനും സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്താനും സംഘം ആഗ്രഹിച്ചു. ഏജൻസികളുടെ വേഗത്തിലുള്ള നടപടികളുടെ ഫലമായി ഗൂഢാലോചന പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക അടിത്തറയെ ഇളക്കിയേക്കാവുന്ന ഒരു ദുരന്തത്തിലേക്ക് ഇന്ത്യ എത്രത്തോളം അടുത്തെത്തിയെന്ന് വെളിപ്പെടുത്തലുകൾ കാണിക്കുന്നു. ഡോക്ടർ മുസമ്മിൽ ഉൾപ്പെടെ ഇതുവരെ അറസ്റ്റിലായ സംശയിക്കപ്പെടുന്ന ഡോക്ടർമാരുടെ മൊബൈൽ ഫോണുകളുടെ കോൾ ഡീറ്റെയിൽ റെക്കോർഡുകൾ ഒരു വലിയ ശൃംഖല വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സ്രോതസ്സുകൾ പറയുന്നു. ഏജൻസികൾ ഡോക്ടർമാരുടെ ഒരു നീണ്ട പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിദ്യാർത്ഥികളോ പ്രൊഫഷണലുകളോ ആണ് ഇവരെല്ലാം. ഈ ഡോക്ടർമാരുടെ പല ഫോണുകളും സ്വിച്ച് ഓഫ് ആണ്, കൂടാതെ പലതും കാണാനില്ല. അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അവരെ തിരയുകയാണ്. 2025 നവംബർ 5-ന് കേസിലെ പ്രധാന വഴിത്തിരിവുണ്ടായി. ഡോക്ടർ അദിൽ സഹ്റാൻപൂരിൽ വെച്ച് പിടിയിലായി. നവംബർ 7-ന് അനന്ത്നാഗ് ഹോസ്പിറ്റലിൽ നിന്ന് AK-56 റൈഫിളും മറ്റു വെടിമരുന്നുകളും പിടിച്ചെടുത്തു. നവംബർ 8-ന് അൽഫല മെഡിക്കൽ കോളേജിൽ നിന്ന് തോക്കുകൾ, പിസ്റ്റളുകൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള വലിയ ശേഖരം കണ്ടെത്തി. ഈ മൊഡ്യൂളിൽ ഉൾപ്പെട്ട മറ്റ് വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങളെ തുടർന്ന് ഫരീദാബാദിലെ അൽഫല മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ മുസമ്മിൽ അറസ്റ്റിലാകുന്നു. 2025 നവംബർ 9-ന് ഫരീദാബാദിലെ ധൗജ് സ്വദേശിയായ മദ്രാസി എന്നറിയപ്പെടുന്ന ഒരാൾ അറസ്റ്റിലാകുന്നു. അടുത്ത ദിവസം നവംബർ 10-ന് മേവാത്ത് സ്വദേശിയും ഫരീദാബാദിലെ ധേര കോളനിയിലെ അൽഫല മോസ്കിലെ ഇമാമുമായ ഫഹീസ് മുഹമ്മദ് ഇഷ്തിയാഖിന്റെ വീട്ടിൽ നിന്ന് 2563 കിലോ സ്ഫോടക വസ്തു ശേഖരം പിടിച്ചെടുത്തു. പരിശോധനകളിൽ 358 കിലോ സ്ഫോടക വസ്തുക്കളും ഡിറ്റനേറ്ററുകൾ, ടൈമറുകൾ, അനുബന്ധ ഘടകങ്ങൾ എന്നിവയും അധികമായി പിടിച്ചെടുത്തു. ആകെ ഏകദേശം 3000 കിലോ സ്ഫോടക വസ്തുക്കളും ബോംബ് നിർമ്മാണ സാമഗ്രികളും കണ്ടെത്തി. ഫരീദാബാദിൽ നിന്ന് കാറിൽ ആയുധങ്ങളുമായി ഡോക്ടർ ഷഹീനെയും പോലീസ് പിടികൂടി. എന്നാൽ അൽഫല മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന ഗ്രൂപ്പ് അംഗങ്ങളിൽ പ്രധാനിയായ ഡോക്ടർ ഉമർ സുരക്ഷാ ഏജൻസികളുടെ നടപടി ശക്തമായതിനെ തുടർന്ന് രക്ഷപ്പെട്ടു.
അൽഫല സർവകലാശാലയിൽ കർശന സുരക്ഷാ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പോലീസിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ പ്രവേശനം അനുവദിക്കൂ. വാഹനങ്ങൾ നിരീക്ഷിക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനുമായി CIA-യിൽ നിന്നുള്ള ഒരു സംഘത്തെ സിവിലിയൻ വേഷം ധരിച്ച് വിന്യസിച്ചിട്ടുണ്ട്. ഇതേസമയം കർശനമായ നിരീക്ഷണത്തിന്റെ ഭാഗമായി പ്രവേശന, പുറത്തുകടക്കൽ സമയങ്ങളും വാഹന നമ്പറുകളും പോലുള്ള വിശദാംശങ്ങൾ സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്നുമുണ്ട്. ജെയ്ഷെ സംശയിക്കുന്നവരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന 1 ഡസനിലധികം പ്രൊഫഷണൽ ഡോക്ടർമാരെ നിരീക്ഷിച്ചു വരികയാണെന്നും ഉമർ ബോംബാക്രമണത്തിനു ശേഷം അവർ അപ്രത്യക്ഷരായിട്ടുണ്ട് എന്നും സ്രോതസ്സുകൾ വെളിപ്പെടുത്തുന്നു. ഭീകര ഡോക്ടർ മൊഡ്യൂൾ ഒരു പിടി വ്യക്തികളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല, മറിച്ച് സ്ഥാപനങ്ങളിലും സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ശൃംഖലയുടെ ഭാഗമായിരുന്നുവെന്ന് ഈ വിപുലമായ അന്വേഷണം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.